வணக்கம் மக்களே, வெல்கம் டு தி சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா சுவாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். வணக்கம். ஓகே, எல்லாம் பார்ட் 1 பார்த்திருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் கொடுத்துருக்கேன், போய் பாருங்க. இப்போ நம்ம பார்ட் 2க்குள்ள போயிடலாம். போயிடலாமாக்கா? எஸ். என்ன இடம்? இவங்க நேத்து மம்மி ரோல். மம்மி ரோல். நிறைய இடத்துல மம்மி ரோல தான் வராங்க. മമ്മി റിച്ച് മമ്മി. കുഴപ്പമൊന്നുമില്ല, ഒന്ന് ഉറങ്ങി എണീറ്റ് കൊണ്ടുപോകാം. അപ്പൊ ഇന്ദുക്കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയ ആളെ ആർക്കറിയില്ലെന്ന് പറഞ്ഞേ? തലയിൽ തോർത്ത് കെട്ടിയ ഒരാൾ ഇന്ദുവിനെ രക്ഷിക്കണ കണ്ടു. വെള്ളത്തിന് അടിയിൽ വെച്ച കണ്ടത്. തന്റെ പേരെന്താണെന്ന് ചോദിക്കാൻ പോയത് കുഴപ്പമായി. എന്റെ വായിലേക്ക് വെള്ളം കയറി എന്റെ ബോധം പോയിടോ. ഇന്ദുക്കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയ ആളെ ആർക്കും അറിയില്ലത്രേ. ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുന്ന തിരക്കിലായിരുന്നു. ഒക്കെ കഴിഞ്ഞ് നോക്കിയപ്പോ ആളെ കാണുന്നില്ല. ഇവിടുത്തെ ഫിഷിംഗ് ഹാർബറിൽ പണിക്ക് വരുന്ന ആളുകളുണ്ടല്ലോ, അവരിലായിരിക്കും ആവും. കുമാരനൊന്ന് അന്വേഷിക്കും. ആളെ കണ്ടിട്ട് എന്നെ വന്നൊന്ന് കാണാൻ പറ. ഈ തോട്ടപ്പള്ളിക്കാരെ ഇങ്ങനെ വിട്ടാ ശരിയാവും. ഏതായാലും ഞങ്ങൾ ഒരു പരാതി കൊടുത്തു. അതിന് ഫലം ഉണ്ടായി. അമ്രോട്ടിന്റെ ക്വീൻ ഐ നൈസ് ഹോം. നാട്ടുകാരെ ബോധിപ്പിക്കാൻ ഒരു അറസ്റ്റ്. എന്നിട്ട് നേരെ കടവിലെ ഷാപ്പിച്ചു 2 കുപ്പി കള്ളടിച്ചു. നല്ല സ്റ്റൈലും കറവറച്ചി കിട്ടി. ട്രിപ്പിൾ 999. ഡാറ്റ வந்துட்டாங்க இங்கே. എന്താണാവോ വിശേഷം? ഓ, പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. നിന്റെ ഈ അനിയനുണ്ടല്ലോ, ആണും പെണ്ണും കേട്ട നാറി. ഇവനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന SIമാർ ഇവന്റെ കാല് നിൽക്കുന്ന കാഴ്ച ഒന്ന് കാണാൻ വന്നതാ. കൂട്ടത്തിൽ നാട്ടുകാരെ ഒന്ന് കാണിക്കാനും. സൂക്ഷിച്ചു സംസാരിക്കണം. എന്തോ തോട്ടപ്പള്ളിയിലെ വളർത്തുവാക്കി സൗകര്യം കൂടിയോ? സൂക്ഷിച്ചില്ലെങ്കിൽ എന്നെ ഇടരുക. ഏമാൻ എന്നാ ചെയ്യുമെന്ന് മൂന്നൊരുത്തൻ ജയിലിൽ കിടപ്പില്ലേ, ശിവശങ്കരൻ. അവൻ പറഞ്ഞുതരും. അവനത് നല്ലോണം അറിഞ്ഞവനാ. കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോ ഏമാൻ അവനൊരു പിടിപിടിച്ചു. സകല അസ്ഥിബന്ധങ്ങളും തകരുന്നവരെ. അന്ന് അവൻ അമ്മയെന്ന് വിളിച്ച് കരഞ്ഞ കരച്ചില് ഇപ്പോഴും എന്റെ കാതിലുണ്ട്. അന്ന് അവന്റെ കഥ അവിടെ വെച്ച് തീർക്കാൻ പോയതാ ഞാൻ. ഇയാളത് സമ്മതിച്ചില്ല. അതിന് ഏമാന്റെ കാലത്തോട് നന്ദി പറഞ്ഞ് കയറി പോകണം. എന്നോട് എന്റെ മോനോട് നിനക്ക് എന്തെങ്കിലും പറയുണ്ടെങ്കിൽ അത് ഞങ്ങളോട് തീർക്കും. അച്ഛനും അമ്മ ഇല്ലാത്ത ഒരു പാവം പെൺകൊച്ചിനോട് അത് കാണിക്കരുത്. ഞങ്ങൾ തീരുമാനിച്ചോളാം. നിന്നോട് പോകാൻ തൊണ്ടയ്ക്ക് പൊട്ടാത്തവനെ നീ ഇനി ഒരു അച്ഛനെ ശ്രദ്ധിച്ചാൽ ചവിട്ടി അടിവേല നൽകിട്ടാൻ. ചവിട്ടി കൊല്ല്. ഈ കൈ കൊണ്ട് നിനക്കൊക്കെ പോരെ വായിച്ചു തന്നിട്ടുള്ളതാ. അതിന്റെ നന്ദിയായിട്ട് ചവിട്ടി കൊല്ല്. വിളിച്ചോണ്ട് പോടാ ഈ കാലത്തെ കളവിയെ. இவங்க ரிலேட்டட் தான் போல சம்பவம். பணம்லாம் கொடுத்துருக்காங்கன்றாங்களே. நல்லா இருக்காரு சுராஜ். ടേർട്ടിൽ നെക്ക്. നാശം. ഈ നാട്ടിൽ എവിടെ നോക്കിയാലും ആൾക്കൂട്ടം. ഇവിടെ കുടുംബാസൂത്രണം വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അതെ, നല്ലൊരു ഈ കഴുത്ത് നിന്ന് വരുന്ന ശബ്ദം ശരിയാകുന്നില്ല. എന്ത് നാളത്തെ കാഴ്ച കാണാൻ പോയിടാ. ഓ, ഓപ്പോസിറ്റ് പാർട്ടി വീട്ടിൽ അപ്പൊ ഞാൻ അറിഞ്ഞ അളിയൻ വന്നില്ലേ? ഇവിടെ ഉണ്ട്. ഈ ആൾക്കൂട്ടം കണ്ടാൽ അളിയും വലിയും ആമം തലവലിക്കുന്ന പോലെ. അപ്പൊ ഞാൻ പോയെന്ന് പറഞ്ഞേര്. ഓക്കെ. ഞങ്ങൾ കുറച്ച് ദൂരെ എന്ന് വന്നതാ. വക്കീൽ സാറിനെ ഒന്ന് കാണണം. ആരാത്? ഞാനാ. ജാപ്പനീസ് സിസ്റ്റം ഇருக்கு. ആരോ കാണാൻ വന്നിരിക്കുന്നു. എനിക്കൊരു കേസ് പഠിക്കാനുണ്ടായിരുന്നു, അതാ ഞാൻ വേഗം അകത്തേക്ക് കയറിയത്. ഉവ്വ. മഹി, അങ്ങനെ ഏതാണ്ടല്ലേ പേര് പറഞ്ഞത്? അതെ. മഹി, ഇതൊരു കൊലപാതക കേസാ. ഏറ്റെടുക്കാൻ തയ്യാറാണല്ലോ? അതിനൊക്കെ തയ്യാറാ. കേസിന്റെ വിശദാംശം ഒന്ന് പറഞ്ഞു കൊടുത്താൽ ആ, മതി. ഇവിടെ ആറാണിമുട്ടം എന്നൊരു വലിയ തറവാടുണ്ട്. അവിടത്തെ ശിവശങ്കരൻ ഒറ്റയടിക്ക് 2 പേരെ കൊന്നു. കൊല ചെയ്യപ്പെട്ടവരിൽ ഒരാളൊരു പാവം ഡ്രൈവറാ, മറ്റേതാ ഇവരുടെ അച്ഛൻ. അതായത് എന്റെ അമ്മായി അച്ഛൻ. കീഴ്ക്കോടതി ശിവശങ്കരനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. പക്ഷെ ഹൈക്കോടതി ശിക്ഷ ഇളവ് ചെയ്ത് ജീവപര്യന്തമാക്കി. ഇപ്പൊ അവൻ പരോളിൽ വരുന്നുണ്ട്. അവന് വിധിച്ച വധശിക്ഷ ഇപ്പൊ ഇതാ ഇവര് നടപ്പിലാക്കാൻ പോവുകയാണ്. ഓ, പണ്ണ പോற കൊലയ്ക്ക് ഇല്ല, പക്ഷെ നടക്കും. ഇനി അവന്റെ ആരാച്ചാരും ഞാനാ. എന്റെ അച്ഛനെ കഴിവണവനെ എന്റെ ഈ കൈ കൊണ്ട് വെട്ടി നിർത്താൻ തെളിവിടും. அதுக்கு இவர் ஒத்துக்க மாட்டாரு நினைக்கிறேன். പക്ഷെ ഒരു പേ പിടിച്ച നായ കൊന്നതിന്റെ പേരില് ജയിലിൽ കയറാനോ അവിടുത്തെ ഗോതമ്പുണ്ട് തന്നാണെന്നും തോട്ടപ്പള്ളിസുരത്തിന് കിട്ടുകയല്ല. അയ്യോ സാറേ, ഇപ്പൊ ജയിലിൽ ഗോതമ്പുണ്ടൊന്നുമില്ല. അതൊക്കെ എന്നേ നിർത്തി. ഇപ്പൊ 3 നേരം ചോറ, കൂട്ടത്തിൽ മീൻകറിയും പച്ചക്കറി, അതേ മട്ടനും ചിക്കനും. ചിക്കൻ കറി മഹി വെക്കണം. സമയം കിട്ടുമ്പോ സാറുമാരും ഒന്ന് തിന്നു നോക്കണം അല്ലേ? അപ്പൊ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണല്ലോ? കേസ് ഏറ്റെടുക്കാനൊക്കെ തയ്യാറാണ്. പോലീസ് പിടി കൊടുക്കുന്നതിന് മുമ്പ് 5 ലക്ഷം രൂപ എന്റെ തരണം. കോടതി കുറ്റം സമ്മതിക്കുന്നതിന് മുമ്പ് 3 ലക്ഷം രൂപ ഇവനെ ഏൽപ്പിക്കും. വാക്ക് വ്യത്യാസം ഉണ്ടായാലും ഞാൻ പൂർണ്ണമാകും. അതിപ്പോഴേ പറയാം. വാക്കിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, അതിനെപ്പറ്റി പേടിക്കണ്ട. എനിക്ക് സംഭവം നടന്നു കഴിയുമ്പോൾ അറിയിച്ചാൽ മതി. ഞങ്ങൾ വന്നു നോക്കണം. നിങ്ങൾ വന്നു കഴിഞ്ഞല്ലോ, ഇനി സംഭവം കഴിഞ്ഞിട്ട് പോയാൽ മതി. നിങ്ങൾ 2 ആളും കുറച്ച് ദിവസം ഇവിടെ നിൽക്കണം. ഞാൻ നിൽക്കണം. വേണം. ഞാൻ ഇല്ലാത്തതായിട്ടുള്ള ബന്ധം. ഇവൻ കൊന്നു സമ്മതിക്കുമ്പോ നീ അത് കണ്ടു എന്ന് പറയുന്ന ദൃക്സാക്ഷിയാവണം. തരുന്ന പണത്തിൽ നിന്ന് നിനക്ക് കിട്ടും ഒരു വിഹിതം. അതാണ് ബന്ധം. ഒരു അവിഹിത ബന്ധം. 2 ആളും പുറത്ത് വെയിറ്റ് ചെയ്യും. ഞാനിപ്പോ വരാം. അവസാനം നൂൽബന്ധത്തിലുണ്ടായ മതിയായിരുന്നു.
അവന്മാരെന്തിനാ ഇവിടെ നിർത്തുന്നത്? അവൻ കൊന്നൂന്ന് സമ്മതിക്കുമ്പോ ഏത് കോടതിയും വിശ്വസിക്കുന്ന ശക്തമായ ഒരു കാരണം പറയാനുണ്ടാവണം. അത് നമ്മൾ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ അത് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ തലയിൽ തന്നെ വന്ന് വീഴും. അതിന് എന്ത് ചെയ്യണം? തലയ്ക്കകത്ത് മുഴുവൻ കുരുട്ട് ബുദ്ധിയല്ലേ, ഒന്ന് പുകയ്ക്ക്. കഴിയുമെങ്കിൽ അവനൊരു കൊലക്കയർ വാങ്ങിക്കൊടുക്കുവാനുള്ള വഴി തന്നെ ആലോചിക്കുക. ഇവിടെ കുറച്ച് ദിവസത്തേക്ക് ഞാനാ തീരുമാനം. ഇത് ഭണ്ഡാരം ചെയ്തിട്ടാലും ഇവിടെ കാശ് കിട്ടിയാൽ മതിയോ? ഓപ്പറേഷന് കാശ് എത്തിച്ചില്ലെങ്കിൽ ആ ചെറുക്കൻ കാഞ്ഞു പോകും. എന്തോ കരിഞ്ഞ മണം വരുന്നുണ്ടല്ലോ. ചിക്കനാ? ഇതൊക്കെ കഴിഞ്ഞ് നാശമായല്ലോ. அவங்க பொண்ணா இருந்தாருல அவங்க ബിന്ദു പണിക്കർ. ഇതിപ്പോ കടായി ചിക്കൻ അല്ല, കേടായ ചിക്കനാ. കേടായ ചിക്കൻ. ഞാനാരും ആയിക്കോട്ടെ, ചിക്കൻ കടായിലിടുന്നതിന് മുമ്പ് കടായി വഴക്കിയോ? ആദ്യം ഉരുക്കി കടായി വഴക്കണം, എന്നിട്ട് എണ്ണ നിറച്ച് കുടിപ്പിച്ച് വെക്കണം. ഞങ്ങൾ വക്കീൽ സാറിന്റെ പരിചയക്കാരാ. ആ കേടാഴ്ച എനിക്ക് ഞാൻ പ്രിപ്പയർ ചെയ്ത് കഴിച്ചോളാം. ഇവന്മാരിത് എവിടെ പോയി? ഞാനേ ചേച്ചിയെ കടായി ചിക്കൻ ഉണ്ടാക്കാൻ പഠിക്കേ. വീട്ടിൽ എത്ര വേലക്കാരുണ്ടെങ്കിലും സ്വന്തം ഭാര്യമാരുടെ കൈവച്ചുണ്ടാക്കുന്നതിന് രുചി ഒന്ന് വേറെ തന്നെ. ഈ ഭാര്യമാരെന്ന് പറയുമ്പോ സ്വന്തം ഭാര്യയാണോ അതോ വല്ലവന്മാരുടെയും ഭാര്യ വെച്ചുണ്ടാക്കുന്നതാണോ ഇഷ്ടം? ഇപ്പൊ സ്വന്തം ഭാര്യ ഇല്ലാത്തതുകൊണ്ട് വല്ലവരെയും ഭാര്യ വെച്ചുണ്ടാക്കുന്നവർക്ക് അഡ്ജസ്റ്റ് ചെയ്യും. നീ ആള് കൊള്ളാമല്ലോ. കൊള്ളാം അല്ലേ? എന്റെ ഭാര്യ ഇവിടെ ഇല്ലാത്തത് ഭാഗ്യായി. അവളെ ഇതൊന്നും പഠിപ്പിക്കട്ടോ, അവൾക്കൊന്നും ഇഷ്ടമില്ല. ഓ, ആര് പറഞ്ഞു? എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. എന്നെ പഠിപ്പിച്ചിട്ട് മകി നാത്തൂരുടെ അടുത്തേക്ക് പോയത്. മകി ഊണ് കഴിച്ചിട്ട് പോവാളൂ. ഒന്നുമില്ല, ഈ മകി ആള് ഭയങ്കരനാ. കാലെടുത്ത് കുത്തിയപ്പോ തന്നെ വീട്ടിലെ പെൺപടയെ മുഴുവൻ കയ്യിലെടുത്തു. മഹിയുടെ ഈ നാട്ടിലേക്കുള്ള അരങ്ങേറ്റം ഒരു പെണ്ണ് കേസിൽ തന്നെ ആയാലെന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഏത് പെണ്ണിനെ അളിയ ഉദ്ദേശിക്കുന്നത്? ഏത് പെണ്ണുമായിട്ട് അവന് ബന്ധം വന്നാലാ നമ്മുടെ ശിവശങ്കരന്റെ ചങ്കു പിടയുന്നത്. ഈ രാത്രി തന്നെ പോണമെന്നുണ്ടോ മോളെ? ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ഇന്നൊരു ദിവസം കൂടെ കിടന്നിട്ട് നാളെ പോവാ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്റെ സ്കൂളിലെ കുട്ടികൾ പറഞ്ഞതേ ആര്യ വെള്ളത്തിൽ വേണ്ടി തത്തുപോയെന്നാ. ചത്തുപോയേനെ. അതിനു മുമ്പ് ആരോ വന്ന് രക്ഷപ്പെടുത്തി. അതാരാണെന്ന് ഇപ്പോഴും ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. രക്ഷപ്പെടുത്തുന്ന സമയത്ത് അവന്റെ മുഖം നീ കണ്ടായിരുന്നോ? ആഭരണങ്ങളാ എല്ലാം ഉണ്ടോന്ന് നോക്കി. ആട്ടിയ പൊട്ടാங்களா? അവരുടെ വാച്ച് இருக்கு. ഇത് ഇന്ദുവിന്റെ മുള്ളിൽ കുടുങ്ങി കിടന്നിരുന്നതാ. രക്ഷപ്പെടുത്തിയ ആളിന്റേതാവും. മായാവിന് എഴുതി இருக்கு. தெரியலையே. മായാവിക്ക്. മായാവിയോ? വെറുതെ അല്ല മാറിപ്പോയത്. ഇന്ന് കടൽ ബന്ധായിരിക്കുമല്ലേ? കപ്പലെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നു. മത്സ്യബന്ധനമാവുക. അപ്പൊ മലയാളത്തിൽ എന്ത് പറയും? അതെ, കണ്ണൻ ഫ്രാങ്ക് എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അയാൾ ചെന്ന് കാണാൻ വക്കീല് പറഞ്ഞത്. അതെ ചേട്ടാ, ഈ കണ്ണൻ ഫ്രാങ്ക് എന്ന് പറയുന്ന ആളെവിടെ ഉണ്ട്? അവിടെ നോക്കിയാൽ മതി. നല്ല മണ്ണചാരായത്തിന്റെ മണം വരും. അതും പിടിച്ചങ്ങ് പോയാ നേരെ കണ്ണൻ ഫ്രാങ്കിന്റെ അടുത്തെത്താം. സലീമേ ഇപ്പൊ ഭയങ്കരമാ இருக்காரு இதுல. ചിരിക്കും. ഇപ്പൊ കണ്ണൻ സ്രാങ്കിന്റെ പേര് കേട്ടാ ഏതവനൊന്ന് ചിരിക്കും. പണ്ട് കാലത്ത് സ്രാങ്കിനെ കണ്ട ശിവന്മാരൊക്കെ പെടുക്കുമായിരുന്നു. ഇപ്പോഴും ഏത് കൊല കമ്പനി പെടുക്കും. ഫ്രാങ്കിനെ കണ്ട് പേടിച്ചിട്ടാ അവന്മാർക്ക് പെടുക്കാൻ പറ്റുമോ? செப்பரேட் செய்து தப்பா இருக்குன்னு நினைக்கிறேன். ഇനി ഓരോന്ന് പിടിപ്പിച്ചിട്ടാവല്ലേ? പക്ഷെ ഞങ്ങൾക്കൊന്നും പതിവില്ല. അങ്ങനെ പറയാൻ പറ്റും. ആളുകൾ നമ്മൾ കൈവോർക്കുമ്പോ ഓരോന്ന് പിടിപ്പിക്കണം. അത് നിങ്ങളുടെ സ്പെഷ്യൽ വെറ്റിരുമ്പ് ഇതിലൊക്കെ ഓരോരുത്തരുടെ കരുത്ത് വീഴുവാറുണ്ട്. മറ്റേ പിടി அங்க பட்டசாரில லீகல் என்ன இந்த ஐட்டம் டாடி இது இது கல்லு மாதிரி இருக்கு. கல்லுதான். മറ്റേ அவர் விட்டுட்டு இவரை விட்டு போயிட்டாரு. அடி ஜோக் சொல்லிட்டு போயிட்டு இருக்காரு. താക്കോലിന് സാവി തന്നെ. വീട് സാവി നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. എന്നെ ഹഠാതെ ആകർഷിച്ചു. മാസ് ഇവിടെ കിടക്ക്. ഞാൻ നേരെ പല വരാന്ന് വിളിക്കുമ്പോ വിളിക്കാം. നമോവാകം. ആയിക്കോട്ടെ. நான் கூட எடுத்து சொருவிக்கு போறான்னு நினைச்சேன். ஏதோ தப்பா இருக்கே. செட்டப் பண்ணிட்டாங்கப்பா. சம்திங் ராங். എന്താ ഇന്ന് കോളൊന്നും കിട്ടിയില്ലേ? ഇല്ല, പക്ഷെ
കടലിൽ ഗോൾ വീണിട്ടുണ്ട്. കുറച്ച് കാറ്റും വീശി തുടങ്ങി. പെട്ടെന്നായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അന്നത്തെ പോലെ കണക്ക് ക്ലാസ് ഒന്നും പറഞ്ഞോണ്ട. നേരത്തെ പറഞ്ഞത് നന്നായി. അന്ന് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയോ? ആശാനും ക്ലാസിന്റെ കാശില്ലേ ഒരു ഉന്മേഷത്തോടില്ലാത്തതുകൊണ്ട് ഒരു പല്ലായിരം കുറവ്. ഓ എന്റെ മോളെ ദൈവം നീ രക്ഷിക്കട്ടെ. கேமரா ஆங்கிள் வியர்டா இருக்கு, அவர் தலையில கிராப்பா இருக்கு. എന്താ കാലത്ത് ആറാനും വിട്ടത്തെ പെണ്ണും ഏതോ ഒരു വരുത്തനായിട്ട് സാച്ച് നിങ്ങൾക്ക് നാളാഭിമാനില്ലേ? നാളാഭിമാനില്ലേ? എന്ന് ചോദിക്കടാ. എന്താ പ്രശ്നം? എന്റെ പൊന്നു സാറേ ഒന്നും പറയണ്ട. ഒരുത്തൻ ഒരു സിനിമ ഓഫീസിൽ കയറി പോകുന്നത് കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ ആ കൊച്ചു വന്ന് കഥ കളിച്ചു. പിന്നെ കഥ തോന്നത്തില്ല. അതിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യണം? അതെ, അവൾ ആറാണിമുട്ടുകാരനാണ്. അവക്ക് തോന്നിയതൊക്കെ പറയാൻ പ്രവർത്തിക്കാം. ചോദിക്കാനാണല്ലേ എന്ന് വെച്ച് നിലവിലാണ് ഞങ്ങളെ ചോദിപ്പിക്കാം. ആദ്യം ഫ്രാങ്ക് പറഞ്ഞ നേരം പറയട്ടെ. ആദ്യം എന്താണ് പറയട്ടെ? എന്നിട്ട് മതി എന്താണ് அது ஏன் உள்ள லாக் பண்ணாங்க? இவரு தான் வந்து சொல்லி லாக் பண்ண வச்சாரு. மட்டவனா പാവം തളർന്നു ഇറങ്ങിയായിരുന്നു. ഇതാദ്യത്തെ പ്രാവശ്യമാണോ അതോ സ്ഥിരമായി ഇവിടെ വരാറുണ്ടോ? എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയാൻ. പക്ഷേ ഏത് തപ്പ്? നമ്പിക്കை ദ്രോഹം. കാര്യം എന്താ നിനക്ക് അറിയില്ല അല്ലടാ? അതിനകത്തുള്ളത് എത്രയും വലിയ തെറ്റാണ്. പക്ഷെ ജീവൻ പറയാൻ പറ്റും. മണങ്കടയിൽ പോകുന്നവരെ കരയിലും നേരിടുന്നതിനെ ഞങ്ങൾക്ക് ഇതിന്റെ തെറ്റാണെന്ന് അവകാശ തർക്കത്തിന്റെ പേരിൽ ഇതിന്റെയൊക്കെ മേൽനോട്ടം കോടതി നിന്നെ ഏൽപ്പിച്ചു കരുതി ഇവിടെ കിടന്ന് അഴിഞ്ഞാടാൻ നോക്കിയാണല്ലോ. என்னடா பண்றீங்க? வாட்? அவர் அவ்வளவு நேரம் அதை கண்டுக்கவே இல்லை. அவர் போதையில் இருக்காருப்பா. ഇവളങ്ങനെ തെറ്റ് ചെയ്യില്ല. എനിക്ക് ഉറപ്പാ. പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പില്ല. ഞങ്ങൾ കണ്ണോട് കണ്ടതാ. ഇല്ല, ഇനി ഇവിടെ വരില്ല. അത് ഞങ്ങൾ ഏറ്റു. என்ன பண்ண போறாங்க இப்போ? அவங்க இந்த ஏரியாவுக்கு வரக்கூடாது அவ்வளவுதானே? ஓடாடி നാണങ്ങളുടെ പരിപാടിയായി പോയി. ഹാർബറിൽ എവിടെയെങ്കിലും പോയി ഒരു പണിക്കാരനായിട്ട് കുടിവെള്ളം പറഞ്ഞാ പോയി പെണ്ണ് പിടിക്കുക. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്ക് ഒരുപാട് യാതൊരു ആത്മബന്ധമില്ലെന്ന്. വേണ്ട വേണ്ട, ഇനി ഒന്നും പറയണ്ട. ഇവിടെ നിൽക്കുക. ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് നമുക്ക് ശരിയാവില്ല. ഈ പ്രാവശ്യം ക്ഷമിക്കളിയാ. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. ആറുപോലെങ്കിലും പഴയ കൂട്ടി കുടിക്കോ. നിക്ക് ഇതാ അത്യാവശ്യത്തുള്ള സാധനങ്ങൾ വാങ്ങി. இவருக்கு தெரியாதுன்னு நினைச்சிட்டு கேம் ஆடுறாங்க. അമ്മേ 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 പോലീസ് പിടിക്കും. ഈ സാധനത്തിന് ചത്തുപോകും. നീ എന്തിനാണ് കളിക്കുന്നത്? അത് എന്റെ ജോലി വന്ന കൊച്ച അതിന് പകരം കിട്ടിയതാ. നീ എന്റെ കൺമുനി വന്ന് പെട്ടാൽ നിന്റെ ജീവൻ പോകും. വില കളഞ്ഞു. ആര് സെമ്മ ഇருக்கு. അമ്മേ, ആഹാരത്തിന് മുമ്പുള്ള ഗുളിക ഇപ്പൊ തന്നെ കഴിച്ചോളൂ. ഇല്ലെങ്കിൽ ഗുളിക കുളിക്കുന്ന മാത്രയാ? വെച്ചിട്ടുണ്ട്. സമയം കിട്ടുമ്പോ നോക്കിക്കോളൂ. നീ പോവാണോ? എത്ര നാളായി അമ്മ പറയുന്നു നിനക്ക് ഇവിടെ താമസിച്ചൂടെ? നിന്റെ അനിയത്തി വരുമ്പോഴൊക്കെ അവളും ഇവിടെ നിന്നോട്ടെ. അത് വേണ്ടമ്മേ, ഞാൻ പറഞ്ഞിട്ടില്ലേ അച്ഛൻ പറയാറുള്ളത്. മരിക്കുന്ന അന്നുകൂടി പറഞ്ഞു. ആറാണി മുട്ടത്തെ കാര്യസ്ഥ പണി മാത്രമേ നമുക്കുള്ളൂ, കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കരുതെന്ന്. മരിച്ച തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആളുടെ വാക്കല്ലേ എങ്ങനെയും തട്ടുക. കുമാരേട്ടാ, അപ്പോൾ നേരെ നിർദോഷമുണ്ട്. സന്ധ്യക്ക് ഹോമിയോ മരുന്ന് കൊടുക്കണം. ஹோமியோபதி അതിന് നല്ല വിഷമമുണ്ട്. പുറത്ത് കാണിക്കുന്നില്ലെന്നുള്ളൂ. உள்ள ஃபீல் பண்றாங்க அப்படின்றாங்க. നീ ആരാ എന്നോട്
ഇങ്ങോട്ട് ഇറങ്ങി വാടാ എടപ്പാളി. തന്നക്ക് എടപ്പാളി. ഇറങ്ങി വാടാ. ഒന്ന് പോവാടാ മരമാക്കി പോയി തനിക്ക് പോയി കളിക്കടാ. ആഹാ, അത്രക്കായല്ലേ? അയ്യോ. போட் நல்லா இருக்கு. இந்த போட்டை கவுக்க முடியாது ஈஸியா. வச்சரா എന്താ നോക്കണേ? എവിടെ ഇരിക്കണോ? അവർക്കൊന്നും ചിരിക്കാനുള്ള സൗകര്യം നിങ്ങൾ ചെയ്ത് കൊടുക്കണ്ട. അവരുടെ ആശയക്കാരെ അവർക്കറിയാം. This is bad. എടോ താങ്കൾ കാണിക്കുന്നത് കാണിച്ചില്ല, കാണിക്കാൻ പോകുന്നേ ഉള്ളൂ. എല്ലാരും കണ്ടോ? ഇറങ്ങടാ. ഇറങ്ങാനാ? ഓ എങ്ങോട്ട് ഇറങ്ങാൻ? ഇറങ്ങടാടി. താൻ എന്താണ് ഈ കണ്ടത്? ചോദിക്കാൻ നമ്മളാരാണാവും? ഞാനാണ് കൂട്ടുകാരാ. എന്നാ നീ പോടാ. നീ ആരെങ്കിലും ഉണ്ടോ അവന്റെ കൂട്ടുകാരൻ? നീ കൂട്ടുകാരനാ? ഏയ് ഞാനവനെ അറിവൊന്നുമില്ല. പൊങ്ങിട്ട് വാങ്ങടാ. പാട്ടൊക്കെ പാടി താളത്തിൽ തുടങ്ങി പോലും വണ്ടി പോട്ടെ. ഇടം കിടച്ചിരിച്ച് കോടത്തൊക്കെ ഓർത്ത് വന്നേ. ഏയ് ഞങ്ങളടുത്ത് വെള്ളത്തിലെടുത്താണ്. ആരാടാ പറ്റി? ആ ഹിന്ദുവിന്റെ പറ്റാൻ ഫ്രാങ്കിനാവും വെള്ളത്തിലെടുത്തു. പിന്നെ അവന്റെ പേര് നിന്ന് കൊടുക്കേ. അതിനു മുമ്പ് ഞാൻ വെള്ളത്തിലാക്കി. അവൻ തള്ളത്തിന് വേണ്ടി ഞാൻ തള്ളിയിട്ടുണ്ട്. അങ്ങോട്ടല്ല ഫ്രാങ്കേ. അവനിക്കറിയാം. ഫ്രാങ്ക്. അങ്ങാട്ട് അവന്റെ ഫ്രാങ്ക്. വായിച്ചിരുന്ന് വിടും. തിരിച്ചു കഴിഞ്ഞാൽ വല്ല സഹാറ വരവിപ്പ് രസമാ. ஏதாவது பிரச்சனை பண்ண போறான்னு நினைக்கிறேன். കൊച്ചേ അതൊരു അബദ്ധം പറ്റിയതാ. മനഃപൂർവ്വം ചെയ്തല്ലേ. എന്തായാലും നന്നായി. ഉണ്ടായിരുന്ന ഒരു ജോലി പോയി കിട്ടി. നാട്ടുകാർക്ക് നോക്കി ചിരിക്കാനുള്ള ഒരു കാഴ്ച വസ്തുവായി. കൂടുതൽ ചിരിപ്പിക്കുന്ന ആരെങ്കിലും ഒപ്പം നടക്കുന്നുണ്ടല്ലോ. അല്ല, അത് മനഃപൂർവ്വം ചെയ്ത ഒരു അബദ്ധം പറ്റിയതാ. പിന്നെ ഈ കളിയാക്കുന്നവരുടെ മുമ്പിൽ ഇങ്ങനെ തലകുനിച്ച് നടന്ന പിന്നെ അവർക്ക് ആവേശം കൂടും. നല്ല നമ്മുടെ ശിരസ്കയായി തല ഉയർത്തിപ്പിടിച്ചു. ഇത് എവിടെ പോയിട്ട് വരുന്ന രണ്ടാളും പുതിയ വിരുന്നിന് പോയിട്ട് വരികയായിരിക്കും. അതോ ടൗണിലെ ഏതെങ്കിലും ഹോട്ടലിൽ താമസിച്ചുള്ളവരുമാണോ? എന്നാലും നിന്റെ തൊലിക്കെട്ടി സംഭവിച്ചില്ല. കൂടെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഇവനെ. അതേടാ, കൂടെ കൊണ്ട് നടക്കുന്നില്ലേ ഒരാക്ഷേപമില്ല. നോക്കിയേ, എന്നാ ഒരു ഗ്ലാമറാ. ഉപ്പിലിട്ട മാങ്ങ പോലത്തെ മോനെ அவங்க சொன்ன அட்வைஸ் அப்படியே எடுத்துக்கிட்டாங்க. കട്ടിയുള്ള മീശയും ഈ നാട്ടിലുള്ള ഇത്തിരി ചേരുള്ള ഒരു ചെറുക്കൻ. ചെറുക്കൻ നാരങ്ങ വെള്ളം. ചേട്ടൻ ഉപ്പാണ് മധുര. എന്തായാലും മതി. എന്താണ് മതി? ആളോടൊപ്പം കൊടുക്കും. എന്താണ് മതിയാ? കുടി ചേട്ടാ, അത് നിനക്ക് വലുതാണ്ടോടാ. കാശ് ചേട്ടൻ കൊടുക്കാൻ ഞാൻ കൊടുക്കണോ? ഞാൻ കൊടുക്കാം. ஆக்சுவலி அவங்க தான் எம்ப்ளாய் பண்ணியிருக்காங்க இவரை. ചേട്ടാ, ആ സഞ്ചി നിർത്തും. ஓ வெயிட் தூக்க விட்டாங்க. എന്താ ഇത്രയും തലയോർത്ത് മതിയോ? അത്രയും ഞാൻ പ്രതീക്ഷിച്ചു. എനിക്ക് പിടിച്ചു കളഞ്ഞില്ലേ. തൊലി ഉരിച്ചാച്ച്. കൊച്ചിന് എന്റെ കൂടെ നടക്കാൻ നാണക്കിടന്നു. ഏതായാലും നാറി. പിന്നെ ഒരു നാണം കെട്ടതിലൂടെ നടക്കുന്നു. മണം പോയി. ഒരു ചെറിയ അമ്മയാ. എന്നാ ചെറിയൊരു ഒരലൂടെ വാങ്ങിയായിരുന്നു. 2 കിലോയുടെ വെയിറ്റ് ഒന്ന് ബാലൻസ് ചെയ്യായിരുന്നു. തമാശ ഇഷ്ടമല്ലേ? தமாஷ் இஷ்டம். ஏய் இது என்ன ஜெயிலர் வந்து வீடு மாதிரி இருக்கு. இது வந்து அவன் தம்பி அவரோட லவ்வர் தானே? ഇതാരാ ചേച്ചി? മനസ്സിലായില്ലേ? ഇല്ല. അയ്യോ, ഇതാണ് എന്റെ മറ്റവൻ. ഓ, ഇതാണ് ആള്. അമ്മൂല്ലേ? ആഹാ, പേരൊക്കെ പഠിച്ചോ? എന്തുല്ലേ? അനിയത്തിയാ. അമ്മൂനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ മാഷെ, എന്റെ മറ്റവനാവാനുള്ള ഒരുപാടാണോ? ഏയ് ഞാൻ അത്രയ്ക്ക് ചീപ്പൊന്നുമല്ല. എന്നാ മറ്റവൻ ഇരിക്കും. ഞാനൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. സത്യം പറ, ആര് പറഞ്ഞിട്ട് താനാ പണി ചെയ്തത്? അയ്യോ, അത് ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. ഒരു അബദ്ധം പറ്റിയത്. കുറിച്ച് ബോധമില്ലാതെ എന്നോട് അവിടെ കൊണ്ട് കിടത്തിയതാ. അതൊരു ഓഫീസാണോ അതിനകത്തൊരു പെൺകുട്ടി ഇരിപ്പുണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. എന്ത് പ്രായശ്ചിത്തം ചെയ്താലും ഉണ്ടായ ചെയ്ത പേര് വാങ്ങി പോലല്ലോ. താനൊരു നല്ല കുട്ടി. അത് തന്റെ മുഖത്ത് ആലേപനം ചെയ്തു വെച്ചിട്ടുണ്ട്. ആരെന്തൊക്കെ പറഞ്ഞാലും അത് മാഞ്ഞു പോകും. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ വിഷമം തോന്നരുത്. അകത്തേക്ക് കൊണ്ടുപോയി 2 സഞ്ചികളിൽ ഒരെണ്ണം വേറെയാണ്. അത് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ നമോവാകം. அஷ்டு நல்லா இருக்கு. എന്നിട്ട് താൻ അവളോട് പറഞ്ഞോ താൻ ഈ വന്നിരിക്കുന്ന സതീഷിന് വേണ്ടിയിട്ടാണ്? ഏയ്, നമ്മൾ വന്നത് പുള്ളിയെ പ്രവർത്തിക്കുന്നുള്ളൂ. പറഞ്ഞാൽ എല്ലാം പറയേണ്ടി വരും. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ വന്നതും പോയതും അവളുടെ ഒരു ഏട്ടനായിരുന്നു അവൾ അറിയണം. ആ വാനന്റെ സ്ഥാനത്ത് നിൽക്കുമ്പോ ഞാൻ ഏട്ടൻ തന്നെയല്ലേ. മാത്രമല്ല ചെറുക്കൻ എന്നെ ഏട്ടാന്ന് വിളിക്കുകയും ചെയ്തു. തനിക്ക് ഇത്രയും വലിയൊരു സ്ഥാനം കിട്ടിയത് ഞാൻ അറിഞ്ഞില്ല കേട്ടാ. കളിയാക്കണ്ട. ഏട്ടാന്ന് അനിയെന്നൊക്കെ വിളിക്കാൻ ആരും ഇല്ലാത്തവർക്ക് അതൊരു വലിയ സ്ഥാനം തന്നെ. എനിക്ക് 3 പെങ്ങന്മാരും 4 അനുജന്മാരും. അവരുടെയൊക്കെ പള്ളം നിറയ്ക്കാനാ ഞാൻ ഈ പെടാപ്പട അത്രയും പെടുന്നത്. എന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു അനാഥനായിട്ട് സുഖമായി ജീവിച്ചേനെ.
ഉള്ളപ്പോ വില അറിയില്ല മോനെ, ഇല്ലാത്തവർക്കറിയാം അതിന്റെ മാനദണ്ഡം. എന്നാ താനൊരു കാര്യം ചെയ്യും, ആ പെണ്ണിനെ അങ്ങോട്ട് കേട്ട്. അപ്പൊ അമ്മു സതീഷും ആ പെണ്ണും ഒക്കെ ഏട്ടാന്ന് വിളിക്കും. എന്തിനാ ബാലം വരെ ഏട്ടാന്ന് വിളിക്കും? അല്ലെങ്കിൽ ഞാനും വിളിക്കാം ഏട്ടാന്ന്. ഞാൻ ബോട്ടിൽ കിടന്ന് ഉറങ്ങിക്കോളാം. എന്താ ഞാൻ വിചാരിച്ചാ നടക്കൂലെന്നാണ്. പിന്നെ കല്യാണാലോചനയായിട്ട് അങ്ങോട്ട് ചെല്ല്. അവർ ചെറുക്കന്റെ യോഗ്യതകൾ ചോദിക്കുമ്പോ 12ാമത്തെ വയസ്സ് മുതൽ ചെറുക്കൻ തെരുവിൽ തെമ്മാടി പിള്ളേരോടൊപ്പം പഠിച്ചൊരു നിലയിലെത്തി. പിന്നെ പോലീസ് സ്റ്റേഷനും ജയിലുമായിട്ട് ഉപരിവിടാം. അതൊക്കെ ശരിയാ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. നാട്ടിൽ ഇത്രയും തടിമുടുക്കുള്ള ആമ്പിള്ളാരുണ്ടായിട്ടും അവർക്കൊരു ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കാൻ തനിക്കല്ലേ സാധിച്ചുള്ളൂ. അതൊരു യോഗ്യതയില്ല. അവളെ കെട്ടാൻ ആരെങ്കിലും തയ്യാറാവും. അതുകൊണ്ട് ഇപ്പൊ അവളെ കല്യാണം ആലോചിക്കാൻ യോഗ്യതയുള്ള ഒരേ ഒരാളേ ഉള്ളൂ, അത് താനാ. നിന്റെ ഈ പരട്ടത്തലയിൽ ഇത്രയും കുരുട്ട് ബുദ്ധിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അത് മാത്രമല്ല, താൻ എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് ഇപ്പൊ ബാലന് വേണ്ടി ചെയ്യുന്നതൊന്നും ലോകത്ത് ഒരാളും ചെയ്യില്ല. ഈ നല്ല അതാണ് ഏറ്റവും വലിയ യോഗ്യത. ഇതൊക്കെ പറയുമ്പോ പറയാമെന്നല്ലാതെ കാര്യത്തോട് അടുക്കുമ്പോ നമ്മളൊക്കെ വെറും കച്ചറകളല്ലടാ. ഇരുന്ന് മനക്കോട്ട കെട്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്കണ അത്ര. கேமராமேனு கிராப் தலை பண்ணிட்டே இருக்காருப்பா. ஒருவேளை நமக்கு இருந்த பிரிண்ட் வெர்ஷன் எப்படி இருக்கும்? அப்போ கிராப் ஆயிட்டே இருக்கு மண்டை. അതെ വരുന്നോ? ചെറുക്കാൻ എന്താ എനിക്ക് വെളുപ്പിച്ചത് എങ്ങോട്ടാ? ചുമ്മാ ഒന്ന് കറങ്ങാൻ. നീ സഞ്ചി തൂക്കി പോലെ എന്തായി? എന്താ അവരുടെ സഞ്ചി അവർക്ക് കൊടുത്ത് എന്റെ സഞ്ചി കൊണ്ട് ഞാൻ പോകും. അത് ഞാൻ നോട്ടപ്പെട്ട് വെച്ചിരിക്കുന്ന പെണ്ണ. ഓ നിന്നെ കുത്തിയെറിഞ്ഞ് കാര്യത്തുള്ളൂ. ரைட். இதுக்குள்ளே ட்விஸ்ட் ஆக போறாங்கன்னு நினைக்கிறேன். நோ தம்பி தப்பு. കണ്ണ് കോഴിക്കുട്ടി തന്നെ. അല്ല കണ്ട് നല്ല പരിചയമുണ്ടെന്ന് പറയും. ഓ ഹലോ, തന്റെ കടയിലിരിക്കുന്ന ഹിന്ദുവിന്റെ അനിയത്തിയല്ലേ? അതെ. അവളെന്താ അവിടെ? ഒരു മാല പണയം വെക്കാൻ വന്നതാ. കാശ് കൊടുത്തില്ലല്ലോ? ഇല്ല. എന്തി കൊടുക്കണ്ട. അവിടെ കുറച്ചു നേരം അവിടെ നിൽക്കട്ടെ. എനിക്ക് മനസ്സിലായില്ല. പറയാം. നീ പോകോ. ஏதோ பண்ண போறான், சேட்டை பண்றான். ஆனா அவர் அதை அலோவ் பண்ணக்கூடாதுல்ல, ஏன்னா அவர் ஃப்ரெண்டோட தம்பியோட அல்ல அது. ஃப்ராங்கு கள்ள அது என்ன கள்ளசாராயம். கள்ளசாராயம். ஐயோ, இங்க வந்தாண்டா ஒரு போனை பண்ண போறாரு. எட்டி போகிறாரு. அவரு வீட்டுக்கு ஒரு ஜம்ப் பண்ணா எப்படி இருக்கும்? നീ പാവായതുകൊണ്ടല്ലേ എന്നോട് കുടിപ്പിച്ച് കിട്ടത്. റിവെഞ്ച് ടൈം. ഓ വളരിട്ടാரு. അവൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ, അല്ലാണ്ട് എനിക്ക് ആ പാവം കൊച്ചിനോട് ഒരു വിരോധമില്ല. എനിക്കറിയാമോ, ഞാൻ തോട്ടപ്പിള്ളിയിലല്ല, ആറാനത്തൊക്കെയാ. ശിവശങ്കരന്റെ വയറ്റുകാരായിരുന്നു. ശിവശങ്കരൻ ജയിലിൽ പോയപ്പോ എന്റെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് തോട്ടപ്പിള്ളിക്കാർ തല്ലി പിടിച്ചു. കൂട്ടത്തിൽ 2 ലെഗ്സ്. അവരോടൊപ്പം കൂടാതെ വേറെ നിവൃത്തിയില്ല. ഇപ്പൊ എന്ത് വൃത്തിയെന്ന് പറഞ്ഞാലും ചെയ്യണം, ഇല്ലെങ്കിൽ അവന്മാരെന്നെ തല്ലിക്കൊല്ലും. ஏதோ சேட்டை செஞ்சுட்டானுங்க. திருட்டு இது போல சீன் போல இப்படின்னு சொல்றாங்க. ഇത്രയും കഷ്ടപ്പെട്ട് ഒളിഞ്ഞു നോക്കാൻ എന്തായിരുന്നു കാഴ്ച? ഒരു കുളിച്ച് പിന്നെ സ്വർണ്ണം പണയം വെക്കാൻ സാധാരണ പരിചയക്കാർ വരുമ്പോ ഞാൻ ഒളിച്ചു നോക്കാറില്ല. ഇതെനിക്കൊരു സംശയം തോന്നി നോക്കിയതാ. നോക്കിയത് ഭാഗ്യമായി. ബുക്ക് കൊണ്ടുപോയിരുന്നു. ആ മാലയും എടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ട് നോക്കിക്കാം. അപ്പൊ അറിയാലോ മുക്ക് കൊണ്ടാണ് സ്വർണ്ണമാണെന്ന്. ആ മാലയും എടുത്ത് ഇപ്പൊ കൊണ്ടുവരാം. ஏதோ டூப்ளிகேட் கொடுக்க போறான்னு நினைக்கிறேன். இல்லவா ஹெல்ப் பண்ணு தலைவா. ഇതെല്ലാം ഞാൻ കൊടുത്ത മാല. ഇയാളത് മാറ്റി അകത്ത് കയറി നോക്കി കിട്ടുന്നത് ഞാൻ കൊടുത്ത മാല. ഇയാളെ തട്ടിപ്പ് കാണിക്കുന്നത്. മുക്ക് പണ്ട് വെച്ച് പറ്റിക്കാൻ നോക്കിയതും പോലെ മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നതിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞോളി. വണ്ടി കെട്ടിവിടെ இல்லவா ஹெல்ப் பண்ணலையா? ഇനി പറയാനൊക്കെ കോളേജിൽ പിടിച്ച് വണ്ടി കെട്ടി. ஃப்ரெண்டோட தம்பியால் தானே அது. ஹேர் ஸ்டைல் நல்லா இருக்கு. ഇതാണ് നിന്റെ അനിയത്തി പണയം വെക്കാൻ കൊണ്ടുവന്ന മാല. കണ്ടില്ലേ? ഇതിപ്പോ എന്റെ കയ്യില. ഈ മാല മാത്രമല്ല, അവളുടെ ഫ്യൂച്ചറും. ഞാനൊന്ന് വിളിച്ചു പറഞ്ഞ അവളെ വിട്ടയക്കും. അല്ലെങ്കിൽ സ്റ്റേഷനിലും കോടതിയിലുമായി അവൾ ഒരുപാട് അനുഭവിക്കും. ഞാൻ വിളിച്ചു പറയാം.
എന്നെ കാണുമ്പോൾ നിനക്ക് ഓക്കാന പോലും എന്ന് പറഞ്ഞിട്ടില്ലേ? ആ അഭിപ്രായം ഒന്ന് മാറ്റണം. എന്നിട്ട് കുറച്ചു നേരത്തേക്ക് നീ എന്നെ ഒന്ന് സ്നേഹിക്കണം. இப்படி பண்ணா யாராவது இப்போ பைத்தியக்காரா. എന്നിട്ട് നല്ല മൂഡിൽ ഞാനൊന്ന് പിടിച്ചു തരാം. അയ്യോ പാവം കൂപ്പിക്ക. നീ ഓ. ഇപ്പൊ ഞാൻ ഓർത്തേ ഉള്ളൂ. എന്താടാ സുഖമാണോ? കള്ളക്കേസ് അതെ സാറേ, ഒരു പാവം പെങ്കൊച്ചിന്റെ കാര്യം കൊണ്ടാണ് ഞാൻ വിളിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ സാറിനെ ബുദ്ധിമുട്ടിപ്പിക്കലായിരുന്നു. നേരെ ചൊവ്വയുള്ള കാര്യത്തിന് നീ എന്നെ വിളിക്കുള്ളൂ എന്ന് എനിക്കറിയാം. ആട്ടെ, നീ ആ പെൺകുട്ടിയായിട്ട് എന്താ ബന്ധം? അത് എനിക്ക് വേണ്ടപ്പെട്ട ഒരു കൊച്ചാ സാറേ. അപ്പോ വേണ്ടപ്പെട്ടവരൊക്കെ ആയല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇത് വെറും ഒരു കുടുംബശ്രീ ബന്ധം. കുടുംബശ്രീ. കുടുംബത്തുള്ള ഒരു സ്ത്രീയുമായിട്ടൊരു ബന്ധം, അത്രേ ഉള്ളൂ. ശരി, നീ ആ സ്ഥലപ്പേരും ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ. நைஸ். அவன் இங்கே வச்சு குழந்திருக்கு தலைவா, குளத்திலே வச்சு. അവളെ വിട്ടു. മോളി നാളെ വിളിച്ചു പറഞ്ഞത്രേ. അയാൾ എന്തൊരു കിഴങ്ങന. മോളെ വിളിച്ചു പറഞ്ഞാൽ അതിന്റെ മോളിൽ നിന്ന് നമുക്ക് വിളിച്ചു പറഞ്ഞേക്കായിരുന്നല്ലോ. നല്ല പെട കൊടുത്തല്ല വിട്ടേച്ച്. കാര്യത്തിനങ്ങ് ദൂരെ കേൾക്കായിരുന്നു. ആ നീ വിട്ടോ, ഞാൻ എത്തിയേക്കാം. ആ ശരി. மாயாவி மோடு எப்படி கண்டுபிடிச்சு பத்தியா? உங்க அக்கா அறிவலிடா. குளிசி நல்ல ஒரு குளிச்சு அன்னிக்குள்ளே வச்சு அடிதான் போல போலன்னு பழகணும். அண்டர் வாட்டர் டான்டா இடிச்சு வச்சிரு தலைவா. ஐயோ அவ்வளோதான், வெட்டி உருவாச்சு, தலையில் போட முடிஞ்சு. படிகம் 2.2டா. இந்த ஜெயிலுக்குள்ள இருக்கவன் யாருன்னு எனக்கு தெரியணும். திகம்பரம் அவர்கிட்ட இருக்க வாய்ப்பு இல்லை, அவர்கிட்ட காசே இல்லையே. சிவசங்கர் யாருன்னு தெரியணும். நம்ம பார்த்த கேரக்டர்ல யாரும் இன்னும் வரல. உடச்சிருங்க. கையை உடச்சிரு தலைவா, எதுவும் கையில. ஓகே, பார்ட் 2 ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 3ல சந்திப்போம். நன்றி, வணக்கம். பை.